രണ്ടാം ശ്ലോകം ആർക്കെങ്കിലും അറിയോ? ഒന്ന് ചൊല്ലിയേ. രണ്ടാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലു നിങ്ങള്. ബ്രഹ്മൈവാഹമിദം ജഗच्च സകലം ചിന്മാത്രവിസ്താരിതം സർവം ചെയ്തത് അവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം യുദ്ധം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. യേശാം മനീഷാമ. ഇതെന്റെ അഭിപ്രായം. ഇത്തം യസ്യ, ഇത്തം എന്ന് പറഞ്ഞാല് ഇപ്രകാരം, യസ്യ ആർക്കാണോ, ആരായാലും വേണ്ടില്ല, മനുഷ്യ അധികാരിത്വ എന്നാണ് ബ്രഹ്മസൂത്രം. പക്ഷെ നിങ്ങൾക്ക് മറ്റു പല സ്ഥലത്തും കാകഭൂഷണ്ഡ്യാദികളൊക്കെ കാണാം അല്ലെ. ദേവതകൾക്ക് എന്താ അധികാരമില്ലേ? ഉണ്ട്. തതുപരി ബാധരായണ സംഭവാ എന്നും ബ്രഹ്മസൂത്രം. പക്ഷെ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും വേണമെടുത്തോ, യസ്യ ദൃഢാമതി സുഖതരേ സുഖതരേ ബ്രഹ്മണി. സുഖം ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഇത് വൃത്തിജ്ഞാനമാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ടാണ് ബ്രഹ്മസ്വരൂപത്തെ സുഖതരം എന്ന് പറഞ്ഞത്. തമെന്ന് പറയാൻ കുഴപ്പമൊന്നും. പക്ഷെ രണ്ട് വിധേ ഉള്ളൂ. ഒന്ന് വ്യാവഹാരിക സുഖം, ഒന്ന് പാരമാർത്ഥിക സുഖം. അതേതാണ്? നിത്യമായിരിക്കുന്ന, ഉത്കൃഷ്ടമായിരിക്കുന്ന, നിർമ്മലമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ്. അവിടെ ആർക്കാണോ മതിയുള്ളത്, ഏത് മതി? ദൃഢാമതി എന്ന് പറഞ്ഞ അപരോക്ഷ ജ്ഞാനം ഉള്ളത്, അത് ചണ്ടാലനായിരിക്കട്ടെ ദ്വിജനായിരിക്കട്ടെ. അപ്പോൾ ഭാഷ്യകാരന് ചണ്ടാലിന് ജ്ഞാനോത്പന്നമാവുമെന്ന് അഭിപ്രായം ഉണ്ടാവും? പറ. അതാണ്. അതായത് ശാസ്ത്രത്തിന്റെ പ്രക്രിയയില് വേദോച്ചാരണം കേട്ടു പഠിച്ചിട്ട് അതിൽ നിന്ന് ജ്ഞാനം ഉത്പന്നമാവാൻ ചണ്ടാലാദികൾക്ക് അധികാരമില്ലെങ്കിലും ജ്ഞാനത്തിൽ നിന്ന് ആരെയും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചണ്ടാലോസ് ദ്വിജോസ് എന്ന് പറഞ്ഞത്. ജാതിവാദം കയറി വരുന്ന സമയത്ത് നമ്മൾ വേദത്തെ കൂട്ടുപിടിക്കും. ജ്ഞാനത്തിന്റെ സ്ഥലത്ത് ജാതിക്കനുസരിച്ചല്ല ജ്ഞാനം ഉണ്ടാവുന്നത്. ചണ്ടാലോസ്തു സതു ദ്വിജോസ്തു, ചണ്ടാലനായിരിക്കട്ടെ അത് ദ്വിജനായിരിക്കട്ടെ. എങ്ങനെയാ സ്വാമി പ്രക്രിയ പഠിക്കാത്തയാൾക്ക് എങ്ങനെയാ സ്വാമി ഈ ജ്ഞാനം ഉണ്ടാകുന്നത്? അപ്പോ പഴയ അത് കാലത്ത് വേദം അവർക്ക് ജ്ഞാനമൊക്കെ പഠിക്കാൻ ഉണ്ടാവും. അവസരമില്ല. അത് അതെങ്ങനെയാ? പൂർവജന്മത്തിൽ നിന്നുണ്ടായിരിക്കുന്ന. ആ ആ ആ കാരണം പഠനമാണ് മുഖ്യം. പഠനം അത് പൂർവ്വജന്മത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ ഉം. ടീക്കയിൽ ഈ ഭാഗം പോകുന്നത് ദൃഢാമതി എന്നുള്ളത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന പൂർവ്വപുണ്യം കൊണ്ട്, പൂർവ്വപുണ്യം എന്ന് ഉദ്ദേശിച്ചത് അവന്റെ ശ്രവണാദികളിലും ശ്രവണജന്യമായിരിക്കുന്ന അപൂർവവും, അങ്ങനെയുണ്ട് ശ്രവണജന്യ അപൂർവം, ഇപ്പം വരും അത്. ഇങ്ങനെയൊക്കെ സമ്പന്നമായിട്ട് പോലും കഴിഞ്ഞ ജന്മത്തിൽ ചില പ്രാരബ്ധം കാരണം ജ്ഞാനം ഉത്പന്നമായിട്ടില്ല എങ്കിൽ പോലും അടുത്ത ജന്മം എടുക്കുമ്പോൾ, ഇപ്പം നിങ്ങൾക്ക് ബൃഹദാരണ്യകത്തില് വാമദേവന്റെ കഥ പറയും. അവിടെ വാമദേവന് വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ജ്ഞാനിയാണ്. അതെങ്ങനെ സംഭവിക്കും? കാരണം ശ്രവണാദികൾ നടത്തിയിട്ടില്ലല്ലോ. എന്നിട്ട് പറയുന്നുള്ളത് പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്ന ശ്രവണത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കിട്ടുന്ന വേളയിൽ, അതായത് വേദാന്തം കേൾക്കാൻ സമയം കിട്ടുമ്പോൾ ഒരിക്കലും അത് കളയരുത്. കാരണം വേദാന്തം പഠിപ്പിക്കാൻ ആൾക്കാരും കുറവാണ്, അത് പഠിക്കാൻ നമുക്കിട്ട് യോഗവും കുറവാണ്. അങ്ങനെ നിങ്ങളുടെ രണ്ടാമത്തതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നോക്കിയോ. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോർ നിത്യം ബ്രഹ്മ നിരന്തരം വിമർശത നിർവ്യാജശാന്താത്മനാ ഭൂതം ഭാവി ച ദുഷ്കൃതം പ്രദഹത സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വഭുരി തേഷാ മനീഷാ മമ. പ്രാരബ്ധായ സമർപ്പിതം സ്വഭുരി സ്വഭുരി തേഷാ മനീഷാ മമ. ശശ്വന്നശ്വരം, നിരന്തരമായിട്ട് നാശം നേരിട്ട് കൊണ്ടിരിക്കുന്നതാണ്. ഏതിന്? ഈ മൊത്തം ജഗത്തിന്. അഖിലം വിശ്വം ശശ്വന്നശ്വരമേവ. ഇതെവിടുന്ന് മനസ്സിലായി? ഗുരോർ വാച നിശ്ചിത്യ, ഗുരുവിന്റെ വാക്കിൽ നിന്ന് നിശ്ചയം നടത്തിയിട്ട്. ഇതെന്തിനാ ഇങ്ങനെ ഒരു നിശ്ചയം നടത്തുന്നത്? എന്നപ്പോഴാണ് നമ്മൾക്ക് മറ്റു പല സ്ഥലത്തും പങ്ക്തി കാണാം. അദ്വൈത സിദ്ധേഹേ ദ്വൈത മിഥ്യാത്വ ദർശന പൂർവകത്വാത്. അതായത് ബ്രഹ്മാകാര വൃത്തിയിൽ എത്തി നിൽക്കണമെങ്കിൽ, ഇന്നലെയും
ചില ക്ലാസ്സിലെ ചോദ്യം എന്തായിരുന്നു? ഞാൻ ഈ ദേവതാ പൂജ നടത്തിയ എന്താ തകരാറ്? ഞാൻ ഈ കല്ലിൽ വെള്ളം ഒഴിക്കാൻ പോയാൽ എന്താ തകരാറ്? പറഞ്ഞു ഞാൻ അത് വിദേശത്തുനിന്നായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഈ കാര്യം. ഞങ്ങളുടെ ഇവിടുത്തെ ഉടായ്പ പരിപാടികൾ ഗുരുക്കന്മാര് എന്തും ചെയ്യും, എന്നിട്ട് അവര് അതിന് പറയും ഇതൊക്കെ നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയല്ലേ, എനിക്കൊന്നും വേണ്ട. അല്ലെങ്കിലോ ഇവിടുത്തെ ചോദ്യകർത്താവിന്റെ പ്രശ്നം ഇങ്ങനെ ചെയ്താലും ഗുണമില്ലേ? ഗുണം എവിടെയാ? ആത്മാവിനാണോ അനാത്മാവിനാണോ? അന്ധക്കരണം അത്ര ശുദ്ധമാവാൻ പറ്റത്തില്ലേ? പറ്റും, പക്ഷെ അത് അജ്ഞാനിയെ സംബന്ധിച്ചാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇനി അന്ധക്കരണം ശുദ്ധാക്കേണ്ട ആവശ്യമില്ല. അന്ധക്കരണം ശുദ്ധമായത് കൊണ്ടാണല്ലോ ജ്ഞാനം ഉത്പന്നമായത്. ഒന്ന്. ഇനി ആത്മാവിന് ശുദ്ധാക്കാൻ പറ്റുമോ? അത് ആര് ശ്രമിച്ചാലും പറ്റത്തില്ല. ജ്ഞാനിയോ അജ്ഞാനിയോ ആര് ശ്രമിച്ചാലും ആത്മാവിന് ശുദ്ധമാക്കാൻ പറ്റത്തില്ല. കാരണം നിത്യശുദ്ധനാണത്. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി ആർക്ക് വേണ്ടിയാ? ആർക്കും വേണ്ടിയല്ല. അത് നാട്ടുകാരെ വട്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയത്തില്ല, ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ അങ്ങനെ പല പരിപാടി ചെയ്തിപ്പിക്കും. അപ്പൊ അവരിതിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ ഇവിടെ കേരളത്തിൽ ഈ ഒരു കഥയൊന്നുമില്ല. നോർത്ത് ഇന്ത്യയിൽ ഒരു ഗുരുവിനോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു? അന്നേരം പറയും ഞാൻ വെള്ളം കോരി മരം നനച്ചു. ഇപ്പോഴോ? ഞാൻ വെള്ളം കോരി മരം നനച്ചു. എന്ന് പറഞ്ഞാൽ ഇതെന്താ ഉദ്ദേശിച്ചത്? അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇതിന്റെ അർത്ഥം പോലും കേൾക്കുന്നവർക്ക് മനസ്സിലാവാറില്ല. അതായത് മുമ്പ് ഞാനായിരിക്കുന്ന കർത്ത ഈ ക്രിയാദികൾ ചെയ്യാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാനായിരിക്കുന്ന കർത്ത ഈ ക്രിയാദികൾ ചെയ്യല്ല, ഇതെന്റെ പ്രാരബ്ധാനുസാരം സംഭവിക്കുന്നതാണ്. ഇവിടെ കർത്തൃത്വമില്ലാതെ ക്രിയ സംഭവിക്കുന്നത് കൊണ്ട് ബാധിതാനുവൃത്തി സ്ഥലമാവും എന്ന് കരുതിയിട്ട് ഞാൻ ബോധപൂർവം ഇറങ്ങി തിരിച്ചിട്ടല്ല എന്റെ ബാധിതാനുവൃത്തി സമ്പാദിക്കേണ്ടത്. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ബാധിതാനുവൃത്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്നതല്ല. പ്രാരബ്ധത്തിൽ എന്തുണ്ടോ അത് സംഭവിക്കത്തേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ജ്ഞാനാനന്തരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാല് ചിലരുടെ ജന്മം, അതായത് നിങ്ങൾക്ക് ബ്രഹ്മസൂത്രത്തിന്റെ അവസാന പാർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കാര്യം പറയും, ജ്ഞാനിക്കും വേണമെങ്കിൽ അടുത്ത ജന്മം കിട്ടും. അതെങ്ങനെ? അത് ജ്ഞാനി വിചാരിച്ചത് കൊണ്ട് കിട്ടുന്നതല്ലത്. ജ്ഞാനം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഉള്ള പ്രാരബ്ധവശാൽ കിട്ടുന്നതാണ്. അതെങ്ങനെയാ? ജ്ഞാനം ഉണ്ടാവുന്ന പ്രാരബ്ധം ഒരു ജന്മം കൊണ്ട് തീർന്നില്ലേ? അല്ല, ചില സമയത്ത് അനേക ജന്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന പ്രാരബ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അത്രയും ജന്മം കൊടുത്തു കഴിഞ്ഞ ശേഷമേ തീരത്തുള്ളൂ. അന്നപ്പോൾ ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ജ്ഞാനം ഉണ്ടായാൽ ബാക്കി ജന്മങ്ങളും വന്നു ചേരും. അങ്ങനെയാണ് അതിന്റെ പ്രക്രിയ. അല്ലാതെ ഒരു ജ്ഞാനിയുടെ കൈവശമല്ല ഇനി മുന്നോട്ട് എന്താ സംഭവിക്കേണ്ടതെന്നുള്ളത്. ജ്ഞാനിക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ക്ലാസ്സിൽ ഓഫ്ലൈൻ കേൾക്കുന്ന ചിലർ ചോദിച്ചിരുന്നു, അല്ല ഈ ജ്ഞാനി സാക്ഷി രൂപത്തിൽ എല്ലാറ്റിനെയും അറിയുന്നില്ലേ? ഇപ്പോഴെ നോക്ക്, ജ്ഞാനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയാണ്, ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അതായത് അടുത്ത ജന്മം ജ്ഞാനിയുടെ കയ്യിലേ അല്ല. ജ്ഞാനിക്ക് കിട്ടാം കിട്ടാതിരിക്കാം, എല്ലാ ജ്ഞാനികളും തിരിച്ചു വരത്തൊന്നുമില്ല. അവിടെ ഉദാഹരിക്കപ്പെട്ടിരിക്കുന്ന ജ്ഞാനി മുരുകൻ, വ്യാസൻ എന്നിവരൊക്കെയാണ്. പൂർവ്വജന്മത്തിലെ ജ്ഞാനികളായിട്ടും ജഗതുദ്ധാരണത്തിനായിട്ട് തിരിച്ചു വരുന്നതാണത്. അത് അവര് തീരുമാനിക്കുന്നതല്ല, മുമ്പേയുള്ള പ്രാരബ്ധാനുസാരം. അപ്പം അന്ന് മനസ്സിലാക്ക്, ഇവിടെ ഇപ്പോൾ ജ്ഞാനി സകലത്തിനെയും സാക്ഷിരൂപത്തിൽ ഈശ്വരഭാവത്തിൽ, അതാണ് ഇവരെ ചോദ്യത്തിന് അതാണ് പ്രശ്നം. ജ്ഞാനി ബ്രഹ്മമല്ലേ? അതെ. ബ്രഹ്മേശ്വരനല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഈശ്വരഭാവത്തിൽ ജ്ഞാനി ഇരിക്കൂലേ? ഇല്ല. ठीक है. ഇവിടെ അവർക്കോ അങ്ങനെയായിരുന്നുവെങ്കിൽ അടുത്ത ജന്മം ജ്ഞാനിയുടെ നിയന്ത്രണത്തിൽ വന്നേനെ. നിങ്ങളുടെ സിദ്ധാന്തത്തിനനുസരിച്ച്. കാരണം ഈശ്വരൻ നിയന്താവാണ്. ഇപ്പൊ മനസ്സിലായോ? നിയന്ത്രണത്തിൽ വരൂല. അതുകൊണ്ട് സാക്ഷി വേറെ, ജ്ഞാനി വേറെ. സാക്ഷി എന്ന് പറയാം, സാക്ഷി രൂപ ഈശ്വരൻ വേറെ, ജ്ഞാനി വേറെ. അതും എപ്പോഴേ മാനിക്കാൻ പറ്റത്തുള്ളൂ? ലേശ അജ്ഞാനം മാനിച്ചുകൊണ്ട് വ്യവസ്ഥ ചെയ്യുമ്പോൾ മാത്രമേ ജ്ഞാനി വേറെ ഈശ്വരൻ വേറെ എന്നുള്ള പ്രസംഗം പോലും ഉന്നയിക്കത്തുള്ളൂ. പിന്നെ ലേശ അജ്ഞാനം മാനിക്കുന്നില്ലെങ്കിലോ ജ്ഞാനി ഈശ്വരൻ ഒന്നാണോ? അവിടെ ജ്ഞാനിയും ഇല്ല ഈശ്വരനും ഇല്ല, ജ്ഞാനസ്വരൂപ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പം ഗുരുവിൽ നിന്ന് കേൾക്കുകയാണ് എന്ത്? വേദാന്തവാക്യം. അല്ലാതെ ഗുരു സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് ജ്ഞാനമൊന്നും ഉണ്ടാകത്തില്ല. താൻ തന്നെ തന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ പലവട്ടം അറിഞ്ഞതാണെന്ന് തിരിച്ചുത്തരം വരേണ്ടത്. മനസ്സിലായോ? ഇവിടെ ഇപ്പൊ അതാണ് പ്രസംഗമുള്ളത്. നമ്മൾ ടീക്കയിൽ കാണാം ഞാൻ ആരാണ്, ഞാൻ ആരാമോ എന്നുള്ളത്. അപ്പോൾ
ഗുരോർ വാച, ഗുരുവിന്റെ വാക്കിൽ നിന്ന്. ഗുരുവിന്റെ വാക്ക് എങ്ങനെയായിരിക്കണം? വേദാന്ത വാക്യായിരിക്കണം. ഗുരു വേദാന്ത വാക്യേഷു വിശ്വാസ ശ്രദ്ധ. ഗുരുവിന്റെ സ്വന്തം വാക്യമല്ല, വേദാന്ത വാക്യമാണ്. മാത്രമല്ല തൈത്തരത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ അനുകരിക്കരുത്. ഞങ്ങൾ ഗുരുക്കന്മാർക്കും തെറ്റുപറ്റാം, ശാസ്ത്രത്തെ അനുകരിക്കണം എന്നവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരു ഒരു കാര്യം ചെയ്യണം, ശാസ്ത്രാനുസൃതമായ കാര്യമേ പറയാവൂ. കർമ്മം കൊണ്ട് ജ്ഞാനം കിട്ടുന്ന പരിപാടി പറഞ്ഞേക്കരുത്. കർമ്മം കൊണ്ട് ജ്ഞാനം കിട്ടൂലേ? തീർച്ചയായും കിട്ടും. പക്ഷേ അന്ധകരണ ശുദ്ധിയാണ് അതിന്റെ ഫലം. ഏതിന്റെ? കർമ്മത്തിന്റെ. അതുവഴി പ്രമാണം കൊണ്ട് ജ്ഞാനം കിട്ടുന്നതിനാൽ ആ ജ്ഞാനത്തിന് കാരണമാണ് കർമ്മം എന്നുള്ളതിനാൽ കർമ്മം കൊണ്ട് ജ്ഞാനം കിട്ടും. പക്ഷേ പ്രമാണം അവിടെ ഇല്ലെങ്കിൽ കർമ്മം കൊണ്ട് ഒരിക്കലും ജ്ഞാനം കിട്ടത്തില്ല. കാരണം കർമ്മം അന്ധകരണ ശുദ്ധിക്ക് കാരണമാകത്തുള്ളൂ, ജ്ഞാനത്തിന് കാരണമാകത്തില്ല. ആ കർമ്മത്തിന്റെ ഗ്രൂപ്പിൽ, കോടിയിൽ തന്നെയാണ് ഉപാസനയും വരുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഉപാസന എന്നുള്ളത് അധസ്മിൻ തദ്ബുദ്ധി സ്ഥലമാണ്, ഒരിക്കലും പരമാത്മകമല്ലെന്നുള്ളത്. അതുകൊണ്ട് അജ്ഞാനത്തിന് നിവർത്തകനും ആകത്തില്ല. പക്ഷേ അജ്ഞാന നിവൃത്തിക്ക് വേണ്ടിയുള്ള അന്ധകരണ ശുദ്ധിയാദികൾ സമ്പന്നമാക്കാം ഉപാസന കൊണ്ട്. അതേപോലെ ദേവതാ കൃപയ്ക്കും കാരണമാണ് ദേവതോപാസന. ദേവതോപാസനയാണ് പറയുന്നത്. ദേവതയ്ക്ക് വലിയൊരു റോൾ ഉണ്ട് ഇതിൽ. മറ്റ് സ്ഥലങ്ങളിലെ ഉപാസനയേക്കാൾ, അതായത് ഇപ്പോൾ സമാധി എന്നുള്ളത് സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും ഒക്കെ ആയിട്ട് യോഗസൂത്രത്തിൽ പലവട്ടം പല രീതിയിൽ പറയുന്നുണ്ട്. അവിടെ ഈശ്വരോപാസനയ്ക്കും ദേവതോപാസനയ്ക്കുള്ള ഫലമൊന്നും ഇവിടെ കിട്ടത്തില്ല. എവിടെ? സ്ഥൂലഭൂതാദികളിൽ ഉപാസന നടത്തുന്നതോടെ സ്ഥൂലഭൂതാദികളിൽ പോയി ലയിച്ചിരിക്കാമെന്നല്ലാതെ അന്ധകരണ ശുദ്ധിക്കുന്നത് കാരണമാകത്തില്ല. അതുകൊണ്ട് തന്നെ യോഗസൂത്രത്തിലെ ഈ പ്രകൃതി പുരുഷ ഭേദജ്ഞാനത്തിൽ എത്തി നിന്നാൽ പോലും രക്ഷപ്പെടത്തില്ല. കാരണം അതിന്റെ അടുത്ത പടി അസംപ്രജ്ഞാ സമാധിയാണ്. ഓക്കെ, ഇത് പറയുന്നതൊക്കെ ശരി തന്നെയാണ്. അസംപ്രജ്ഞാ സമാധി പോലും, അസംപ്രജ്ഞാ സമാധി ഇവിടെ എന്തായിരിക്കും? ഒരു വിഷയം ഉണ്ടാകത്തില്ല. വിഷയമില്ലെങ്കിൽ ഏതിനെ വിഷയീകരിക്കും? ഏതിനെ വിഷയീകരിക്കത്തില്ല. വിഷയീകരിക്കാത്തത് കൊണ്ട് തന്നെ അത് ജ്ഞാനമല്ല, ജ്ഞാനമല്ലാത്തത് കൊണ്ട് തന്നെ അജ്ഞാനത്തിന് നിവർത്തകനുമല്ല. ഇങ്ങനെയൊക്കെ ഗുരുവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി. അല്ലാതെ ഈ എന്താണ് യോഗസൂത്രം പഠിപ്പിച്ചിട്ട് ആ യോഗസൂത്രം കൊണ്ട് ജ്ഞാനം കിട്ടും എന്ന് ഏതെങ്കിലും ഗുരു പറയുകയാണെങ്കിൽ അത് വേദാന്തം അറിയാത്തതിന്റെ തകരാറാണ്. ഇനി വേദാന്തം പറയുന്ന നേരം യോഗയെ കൂട്ടിപ്പിടിച്ചാല് അത് യോഗയെ അറിയാത്തതിന്റെ തകരാറാണ്. രണ്ടും അറിയാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഇവിടുന്ന് അവിടത്തേക്കും ചാടാം, അവിടെ നിന്ന് ചോദിച്ചാൽ എവിടത്തേക്കും ചാടാം. അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ രീതിയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് ഖണ്ഡനം നടത്തേണ്ടതിന്റെ ഖണ്ഡനം നടത്തിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ ജഗത്തിന്റെ ഖണ്ഡനം നടത്തുകയാണ് ഇവിടെ ഗുരു. അതാണ് ഗുരുർ വാച ജഗത് അഖിലം വിശ്വം ശശ്വത നശ്വരം ഇതി നിശ്ചിത്യ എന്ന് പറഞ്ഞത്. ഇത് പറയാണ് ജഗത്ത് മിഥ്യയാണ്, ഇത് നിരന്തരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണത്. നീ കാണുമ്പോൾ പോലും അങ്ങനത്തെ ഒരു വസ്തു അവിടെ ഇല്ല. അതുകൊണ്ടാണ് ശശ്വം നശ്വരം, നിരന്തരമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് ഇതിന് സ്വരൂപമേ ഇല്ല എന്ന് ഗുരുവിന്റെ വാക്കിൽ നിന്ന് നിശ്ചയിച്ചിട്ട് വിശ്വം അഖിലം, ഈ അഖില ജഗത്തും ശശ്വരം നശ്വരമാണ്, നിരന്തരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്, അതിന് സ്വരൂപമേ ഇല്ല. കാണാൻ പറ്റും, പക്ഷെ വാസ്തവത്തിൽ സ്വരൂപമില്ല എന്ന് ഗുരുവിന്റെ വാക്യത്തിൽ നിന്ന് നിശ്ചയിച്ചിട്ട് എന്ന് പറയുന്ന അർത്ഥം കിട്ടി. ജഗത്തിന്റെ മിഥ്യാത്വ നിശ്ചയം നടത്തിയിട്ട്, ജഗത്തിന്റെ മിഥ്യാത്വ നിശ്ചയം ഏതിന് അനുകൂലമാണ്? അദ്വൈത സിദ്ധിക്ക് അനുകൂലം. അദ്വൈത സിദ്ധിക്ക് അനുകൂലമാണ്. സിദ്ധി എന്ന് പറയുന്ന അർത്ഥം ജ്ഞാനം, ജ്ഞാനം, നിശ്ചയം എന്നർത്ഥം. അപരോക്ഷ ജ്ഞാനമാണ് അദ്വൈത സിദ്ധി. ഈ അപരോക്ഷാകാര വൃത്തിക്ക് അനുകൂലമാണ് എന്ത്? മിഥ്യാത്വ നിശ്ചയം. ഏതിന്റെ? ജഗത്തിന്റെ. ജഗത്തിന്റെ. അപ്പൊ രണ്ടും കൂടെ വെക്കും. ജഗത്ത് മിഥ്യയാണ് താനും. ജഗത്ത് മിഥ്യ ആയതുകൊണ്ട് എന്തവശേഷിക്കും? അധിഷ്ഠാനം അവശേഷിക്കും. അധിഷ്ഠാന അവശേഷോ ഹി നാശ കൽപ്പിത വസ്തുനഃ. ജഗത് മിഥ്യ ആയതിനാൽ കൽപ്പിതമാണ്. കൽപ്പിത വസ്തു അധിഷ്ഠാനജ്ഞാനത്തോടുകൂടി നഷ്ടപ്പെടും. ആ നഷ്ടം എവിടെ ചെന്ന് നിൽക്കും? അധിഷ്ഠാനത്തിൽ പോയി നിൽക്കും. കയറിലെ സർപ്പം, സർപ്പത്തിന്റെ നാശം കയറിൽ പോയി നിൽക്കും. കയറിന് പിന്നെ നാശമില്ല. ദൃഷ്ടാന്തത്തില് കയറും ഇല്ല എങ്കിൽ പിന്നെ സർപ്പം പോലും കാണപ്പെടത്തില്ലായിരുന്നു അവിടെ. അപ്പൊ അധിഷ്ഠാനം ഒന്നിരിക്കുമ്പോൾ മാത്രമാണ് അധിഷ്ഠാനത്തിൽ കൽപ്പിത വസ്തു തെളിയത്തുള്ളൂ. ഇതേപോലെ അധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മം ഇരിക്കുമ്പോൾ മാത്രമാണ് അവിടെ കൽപ്പിത വസ്തുവായിരിക്കുന്ന ജഗത്ത് തെളിയുന്നത്. എപ്പോൾ? അജ്ഞാന കാലത്ത്.
ഈ അജ്ഞാനകാലത്ത് തന്നെയാണ് ഗുരു ഉപദേശിക്കുന്നത് ആ ബ്രഹ്മത്തിൽ കൽപ്പിതമായിരിക്കുന്ന ജഗത്ത് ഒരിക്കലും ഇല്ലായിരുന്നു, കാരണം അത് കൽപ്പിതമാണ്. പിന്നെ എങ്ങനെയാ കാണുന്നത്? അത് നിന്റെ അജ്ഞാനം കൊണ്ട് കാണുകയാണ്. അതെവിടെ പറഞ്ഞു? അതല്ലേ കഴിഞ്ഞ വട്ടം പറഞ്ഞത്, മയാ കൽപ്പിതം എന്ന്. മയാ ശേഷം ജഗത് കൽപ്പിതം എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൽപ്പിതമാണ് ഈ ജഗത്ത് മൊത്തം. അതുകൊണ്ട് എന്ത് പറ്റി? അവിടെ നിന്നുള്ള പങ്ക്തി ഇങ്ങോട്ട് പിടിച്ചോ. ഗുരുർ വാച ശശ്വരം അഖിലം ജഗതി നിശ്ചിത്യ. എന്നാൽ കൽപ്പിതമാണ് ഈ ജഗത്ത് എന്നുള്ളത് കൊണ്ട് ഈ ജഗത്ത് ഒരിക്കലും ഇരിക്കത്തില്ല. കൽപ്പിതമായിരിക്കുന്ന സർപ്പം കയറിൽ എപ്പോഴിരിക്കും? ഒരിക്കലും ഇരിക്കത്തില്ല എന്ന് നിശ്ചയിക്കാൻ പറ്റുമോ? പറ്റും. ഇതേപോലെ ജഗത്തും എന്നാൽ കൽപ്പിതമായതിനാൽ ഈ ജഗത്തും ഒരിക്കലും ഇരിക്കത്തില്ല എന്ന് ഗുരുവിന്റെ വാക്യത്തിൽ നിന്ന് നിശ്ചയിച്ചിട്ട് ഈ നിശ്ചയത്തിന്റെ അടുത്ത പടി എന്തായിരിക്കും? ജഗത് മിഥ്യാത്വ ദർശനത്തിന്റെ അടുത്ത പടി എന്താ? അദ്വൈത നിശ്ചയം. ദ്വൈതമല്ല, ദ്വൈതം അവിടെയുള്ള വസ്തുവിന്. അദ്വൈത നിശ്ചയം എന്തെങ്കിലും വിളിച്ചു പറയരുത്. അദ്വൈത നിശ്ചയം, അദ്വൈത ബോധമാണ്. അതാണ് അടുത്ത പങ്ക്തിയിൽ പറയുന്നത്. നിത്യം ബ്രഹ്മ നിരന്തരം വിമർശതാ നിർവ്യാജ ശാന്താത്മന. നിത്യബ്രഹ്മം. നിത്യബ്രഹ്മാരാ? നിത്യശുദ്ധ ബുദ്ധനായിരിക്കുന്ന അധിഷ്ഠാന ബ്രഹ്മം. വാസ്തവത്തിൽ അധിഷ്ഠാനാണോ? അല്ല. അതെന്തുകൊണ്ടാ? അധ്യസ്ഥ വസ്തു ഇല്ലാത്തത് കൊണ്ട്. അധ്യസ്ഥം ഉണ്ടെങ്കിൽ അധിഷ്ഠാനം, അധ്യസ്ഥമില്ലെങ്കിൽ സ്വരൂപം മാത്രമാണ്. അവിടെ അധിഷ്ഠാന ആധേയഭാവം ഒന്നും പറയാൻ കിട്ടത്തില്ല. ഇത് എല്ലാ വ്യവഹാരവും നടക്കുന്നത് അജ്ഞാനകാലത്ത് മാത്രം. ജ്ഞാനകാലത്ത് ഒരു വ്യവഹാരമില്ല എന്ന് പറയാൻ പാരമാർത്ഥികമായിട്ട് ജഗത്തില്ല, ബ്രഹ്മസ്വരൂപമേ ഉള്ളൂ എന്നുള്ളതിനാൽ. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് ഒരു ജ്ഞാനി ആരെ തുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദേവതോപാസന നടത്തും. അതെന്താ? അതായത് അജ്ഞാനികൾ ജ്ഞാനികളാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അവരുടെ സ്വന്തം അഭിരുചിയായിരിക്കുന്ന ദേവതാ ഉപാസന കൈവിടാതെയും ഇരിക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചാൽ തിരിച്ചു ചോദിക്കുന്നതാണ്, എന്താ ജ്ഞാനിക്ക് വ്യവഹാരം നടത്തിയ എന്താ? ജ്ഞാനി എന്താ അന്നം കഴിക്കാൻ പോവാറില്ലേ? ഭിക്ഷാടനത്തിന് പോവാറില്ലേ? പോകും. ഭിക്ഷാടനത്തിന് പോകാൻ പറ്റുമെങ്കിൽ ദേവതാ പൂജ നടത്തിയ എന്താ തകരാറ്? ഒരു കോവിലിൽ കയറി ഒരു പ്രാർത്ഥന നടത്തിയോണ്ട് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജ്ഞാനിയാണ്, ഞാൻ അമ്പലത്തിൽ കയറുന്നു, നിങ്ങളും കയറൂ. ഇത്തരം മണ്ടത്തരൊന്നും വിളിച്ചു പറഞ്ഞേക്കരുത്. ആർക്ക് വേണ്ടി നിങ്ങൾ കയറാൻ പോയതിപ്പോ? മറ്റുള്ളവരെ കാണിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എവിടുന്ന് ജ്ഞാനിയായി? ഈ ഷാഠ്യം ഉണ്ടല്ലോ, ഏത് എന്തുകൊണ്ട് ജ്ഞാനിക്ക് പറ്റത്തില്ല എന്ന്, അത് തന്നെയാണ് നിങ്ങൾ അജ്ഞാനിയാണെന്നുള്ള പരിചയം. എന്തുകൊണ്ടാ? ഈ ജഗത്ത് എപ്പോഴാണ് കാണപ്പെടുന്നത്? മനസ്സുണ്ടെങ്കിൽ മാത്രം. മനസ്സോ ഹ്യമനി ഭാവി ദ്വൈത നൈവോപലബ്ധി അല്ലേ? ഇതല്ലേ നിങ്ങളുടെ സിദ്ധാന്തം? ബ്രഹ്മത്തിൽ കൽപ്പിതമായിരിക്കുന്ന മനസ്സ് അജ്ഞാനത്താൽ ജഗതാകാരത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മനസ്സ് ഒടുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സ് പിന്മാറിയാൽ പോലും ജഗത്ത് കാണത്തില്ല. എവിടെ? ഉറക്കത്തില്. സുഷുപ്തിയിൽ. എന്താ ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കത്തില് ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ സ്വപ്നമായിരിക്കുന്ന ഉറക്കമുണ്ട്, സുഷുപ്തി ആയിരിക്കുന്ന ഉറക്കമുണ്ട്. സുഷുപ്തിയിൽ തന്നെ വേണം. കാരണം സ്വപ്നത്തിൽ കൽപ്പിത ജഗത്ത് അവിടെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട്, കാരണം അതും ഒരു സംസാരമാണ്. സുഷുപ്തിയാണ് സംസാരമല്ലാത്തത്. സുഷുപ്തി ബ്രഹ്മസ്വരൂപമാണ്. ആ സ്ഥലത്ത് നിങ്ങൾക്ക് സംസാരമില്ലല്ലോ. അപ്പം മനസ്സൊന്ന് പിന്മാറുമ്പോഴേക്കും, മനസ്സ് അവിദ്യയിൽ ലയിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ജഗത്ത് നഷ്ടപ്പെട്ടു. പിന്നെ മനസ്സ് നഷ്ടപ്പെട്ട ആൾക്ക് പിന്നെ എവിടുന്ന ജഗത്ത് വരുന്നത്? മനസ്സിലായോ? അതായത് അധിഷ്ഠാന ബ്രഹ്മജ്ഞാനത്തോടു കൂടി മനസ്സ് അമനീഭാവത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ ഭാഷ്യകാരന്റെ മറ്റു പങ്ക്തികളുണ്ട്. ജ്ഞാനിക്ക് ശരീരബോധം നിലനിൽക്കുന്നത് ബുഭുക്ഷാപിപാസ പരിഹാരത്തിനായിട്ടാണ്. അതിനെ മാറ്റുന്നതോടുകൂടി പിന്നെയും ചിത്തം ബ്രഹ്മാകാരത്തിലേക്ക് മാറും. അതെന്തുകൊണ്ടാ? അതിവിടെ കുട്ടാപ്പൊളിച്ച് നടന്നല്ലായിരുന്നു ജ്ഞാനി. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാല് നിരന്തരം ബ്രഹ്മാനുസന്ധാനം നടത്തിയ വ്യക്തിയാണ് ബ്രഹ്മാകാര അപരോക്ഷ ആകാര വൃത്തിയിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അങ്ങരുടെ ശീലം എവിടെയായിരുന്നു? മനസ്സിന്റെ വൃത്തി ബ്രഹ്മത്തില്. അതുകൊണ്ട് ബുഭുക്ഷാദികൾ കഴിഞ്ഞാൽ നേരിട്ട് ബ്രഹ്മാകാരത്തിലേക്ക് പോകും മനസ്സ്. അല്ലാതെ ഇവിടെ കോവില് കെട്ടിയും ആശ്രമം കെട്ടിയും നാട്ടുകാരെടുത്ത് ജ്ഞാനിയായി കളിക്കുന്ന വ്യക്തിയല്ല ഇവിടത്തെ ജ്ഞാനി. ഇതൊക്കെ നമ്മുടെ ഷോപ്പീസ് സാധനങ്ങൾ മാത്രം. ഇതിനെ കണ്ടിട്ടാണ് മറ്റുള്ള പലരും ചോദ്യം ഉന്നയിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കുന്നു? സംഭവിക്കാൻ പാടില്ല. അതെന്താ? ജനകൻ ജ്ഞാനിയായിട്ടും രാജ്യം ഭരിച്ചിട്ടില്ലേ? ഭാഷ്യകാരൻ പറയുന്നത് ജനക ജ്ഞാനി ചെയ്തെന്ന. ജ്ഞാനി ആണെങ്കിൽ മാനിക്കുന്നൊന്നുമില്ല, പ്രശ്നം പരിവട്ടമുണ്ട്. എന്താ ഭരിക്കാൻ പറ്റത്തില്ലേ? പറ്റും, പറ്റാതെ ഒന്നുമില്ല. എവിടെയുണ്ട് ദൃഷ്ടാന്തം? അജാതശത്രു.
രാജപുത്ര അവിടെ രാജ്യം ഭരിക്കുന്നുണ്ട്, അവിടെ ജ്ഞാനിയാണ്. അതെങ്ങനെ സംഭവിക്കും? അത് എപ്രകാരം ബുഭുക്ഷാദികൾ വരുമ്പോൾ ഭിക്ഷാടനം വരുന്നുവോ ഇതേപോലെ തന്നെ ഒരു സ്ഥലമാണ്. പ്രാരബ്ധാനുസാരം അങ്ങനെയാണെങ്കിൽ അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ കർത്തൃത്വമില്ല. ഞാൻ കണ്ടോ ഭരിക്കുന്നു എന്ന് അങ്ങനെ വിളിച്ചു പറയത്തില്ല. മനസ്സിലായോ? കണ്ടില്ലേ, നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി, ഭക്തന്മാരുടെ ഐശ്വര്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഭഗവാന്മാരുണ്ടല്ലോ. സ്വന്തമോ ഒന്നുമില്ല, പിന്നെ അന്യന് വേണ്ടി ജീവിക്കട്ടെ. പരാർത്ഥമിതം ശരീരം നിത്യം ബ്രഹ്മ നിരന്തരം വിമർശത. വിമർശത എന്ന് പറഞ്ഞ ഭാവന നടത്തുന്നവൻ. ഭാവന എന്നർത്ഥം, വിമർശനം ഭാവന. അപ്പോൾ നിത്യബ്രഹ്മത്തെ ഭാവന ചെയ്ത് അത് ആർക്കാണ് നിത്യബ്രഹ്മത്തെ നിരന്തരമായിട്ട് ഭാവന ചെയ്യാൻ പറ്റുന്നത്? അന്ധകരണത്തിൽ ശുദ്ധി ഉണ്ടെങ്കിൽ. ഇതാണ് മുന്നോട്ട് പറഞ്ഞത്, നിർവ്യാജ ശാന്താത്മന. വ്യാജമില്ലാത്ത, വ്യാജം, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് 523 പേജിലേ കാണത്തുള്ളൂ. ഒന്ന് എടുത്തേ, 523 പേജ്. നിങ്ങൾ എല്ലാവരുടെ PDF അല്ലെങ്കിൽ ബുക്കോ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അതിന്റെ 2-ാം പങ്ക്തി കാണും. നിർഗത വ്യാജ, അർത്ഥം പറയണത് ദമ്പ, ദർപ്പാതിരപ്പി ഉപലക്ഷണം, ശാന്ത നഷ്ട ആത്മാ മനഃ, തഥാച ദമ്പ ദർപ്പാദ്യാശുഭ വാസന അക്ഷയ മനോനാശ യസ്യ വിദുഷ തേന ഇത്യർത്ഥ. ഇത്രയും മനസ്സിലായിക്കോളണം. നിർഗത വ്യാജോ യസ്യ, ആരുടെ വ്യാജമാണോ, ദമ്പാണോ നിർഗതമായിരിക്കുന്നത്. എന്ന് പറഞ്ഞ ദമ്പം, അഹങ്കാരം, ഇതെല്ലാം മറ്റുള്ളവനേക്കാൾ ഞാൻ കേമനാണ്, അതുകൊണ്ട് തന്നെ എന്നെ മാനിച്ചേ പറ്റത്തുള്ളൂ. എന്നെ തൊട്ട് കളിച്ചാൽ ആ കളിക്കളി തീക്കളിയാവും. വേണമെങ്കിൽ എന്റെ കാല് കഴുകി വെള്ളം കുടിച്ചോ, രക്ഷപ്പെട്ടു പോകണമെങ്കിൽ എന്ന് ഭാവനയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. മനുഷ്യപഞ്ചകം എടുക്കുകയും ചെയ്യും, കാല് കഴുകി വെള്ളം കുടിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വിരുദ്ധ ശ്രേണിയിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് വേണ്ടി ഇപ്പം പ്രാർത്ഥിക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. മനുഷ്യൻ നന്നാവിടെ സ്വന്തം നിലയ്ക്കല്ലേ. ബോധവും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവിടെയാണ് ബോധം വേണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത്? ദമ്പ ആദ്യം തീർക്കണം എന്ന് പറയുന്നത്. മറ്റുള്ളവനേക്കാൾ കേമനായത് കൊണ്ടല്ലേ കാല് കഴിപ്പിക്കുന്നത്. ഈ ദമ്പുണ്ടല്ലോ, അഹങ്കാരം ഉണ്ടല്ലോ, ഇതില്ലാതിരിക്കുമ്പോൾ മാത്രമേ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യവഞ്ചകത്തിലൂടെ പറയുന്ന ഈ ബ്രഹ്മാകാര വൃത്തി വരത്തുള്ളൂ. എന്ത് ചെയ്യാനാ? അതാണ് പഠിക്കേണ്ട ഇടത്തുനിന്ന് പഠിക്കണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇടയ്ക്ക് തോന്നും സന്യാസം കാരണമേ അല്ല, കുറച്ചു നേരത്തൊന്നും സന്യാസം കാരണമാണ്. അപ്പം വ്യാജം ആവാൻ പാടില്ലെന്ന് അർത്ഥം. അതായത് ഒരു ശ്ലോകമുണ്ട്, മനസ്യന്യത് വചസ്യന്യത് പ്രവൃത്യന്യത് ദുരാത്മനഃ, മനസ്യേകം വചസ്യേവം പ്രവൃത്യേകം മഹാത്മനഃ. മനസ്സിൽ എന്തുണ്ടോ അതായിരിക്കും പറയുക, ഏതാണോ പറയുന്നത് അതാണ് ചെയ്യുക. ആര്? മഹാത്മാ. മഹാനാത്മാ എന്ന് ഉദ്ദേശിച്ചത് അന്ധകരണ ശുദ്ധമായവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അന്ധകരണം ശുദ്ധിയില്ലെങ്കിലോ മനസ്സിലൊന്നായിരിക്കും, പറച്ചിൽ വേറെയായിരിക്കും, ചെയ്യുന്നത് അതിനേക്കാൾ വിരുദ്ധമായിരിക്കും. ഇതാണ് എന്ത് മഹാത്മാക്കളും ദുരാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം. ചിലർ ചോദിക്കത്തില്ല എങ്ങനെ മനസ്സിലാക്കാം. ഇങ്ങനെ ശ്ലോകമുണ്ട്, ഇത് വെച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ദർപ്പാതിര ഉപലക്ഷണം എന്ന് ഉദ്ദേശിച്ചത് ദമ്പ ദർപ്പ അഹങ്കാരങ്ങളൊന്നുമില്ലാത്ത ചിത്തമാണെന്ത്? നിർവ്യാജം. അത്രയും മാത്രം പോരാ. ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? നിർവ്യാജം. പിന്നെ ശാന്താത്മാ എന്ന് പറഞ്ഞു. ആത്മാ എന്ന് പറയാൻ അന്ധക്കരണം, ശാന്തം എന്ന് പറയാൻ നഷ്ടം. നഷ്ടമായിരിക്കുന്ന അന്ധക്കരണം ആൾക്കാണോ ഉള്ളത്, അവനാണ് ശാന്താത്മാ. ശാന്താത്മാനന്ദ എന്നൊക്കെ പേരിടാറില്ലേ? ശാന്താത്മാനന്ദന് എന്തുണ്ടാവത്തില്ല? ശാന്താത്മാനന്ദക്ക് എന്തുണ്ടാവത്തില്ല? മനസ്സിലായോ? ഇത് നോക്കിയോ, ശാന്ത അർത്ഥം പറയണം നഷ്ട, ആത്മാ എന്ന് പറയാൻ അന്ധക്കരണം, മനഃ എന്ന അർത്ഥം. എല്ലാ സ്ഥലത്തും ആത്മാവിന് സ്വരൂപം എന്ന അർത്ഥമൊന്നുമില്ല. നോക്കണത് നഷ്ടമായിരിക്കുന്ന മനസ്സ് ആർക്കാണുള്ളത് എന്ന് പറയുന്ന അർത്ഥം. തഥാച ദമ്പ ദർപ്പാദി അശുഭ വാസനാക്ഷയ, ദമ്പദർപ്പാദികളായിരിക്കുന്ന അശുഭങ്ങളായിരിക്കുന്ന വാസനകളുണ്ടല്ലോ, അതിന്റെ ക്ഷയവും, അതേപോലെ മനോനാശശ്ച യസ്യ വിദുഷ, മനോനാശവും ആർക്കാണ് വന്നിരിക്കുന്നത്. അതായത് വിഷയാകാരത്തിലേക്ക് ചിത്തം പരിണമിക്കുകയാണെങ്കിൽ ബ്രഹ്മാകാരത്തിലേക്ക് പരിണമിക്കാൻ പറ്റത്തില്ല. അപ്പം മനോനാശവും വാസനാനാശവും ഒന്നും ഇല്ലെങ്കിൽ എന്ത് പറ്റും? ചിത്തം വിഷയാകാരത്തിലേക്ക് പരിണമിക്കും.
അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാകാരത്തിലേക്ക് പരിണമിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചിത്തത്തിലെ വാസനാക്ഷയവും മനോനാശം ഉദ്ദേശിച്ചത് മനസ്സ് നഷ്ടപ്പെടുന്ന അർത്ഥത്തിലല്ല കേട്ടോ. മനസ്സിന്റെ വിക്ഷിപ്തങ്ങളായിരിക്കുന്ന വികാരങ്ങൾ നഷ്ടപ്പെടുന്ന അർത്ഥത്തിലേ ഉള്ളൂ. അല്ലെങ്കിൽ എവിടെ എത്തിച്ചേരും? ജ്ഞാനിയുടെ സ്ഥലത്ത് അന്നപ്പോൾ അത് അവിടുത്തെ നഷ്ടം എന്ന് ഉദ്ദേശിച്ചത്. ഇവിടെ വേദാന്തിയെ സംബന്ധിച്ച് ജ്ഞാനത്തോടുകൂടി ജ്ഞാനിയുടെ മനസ്സ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കേണ്ടത് എന്തെങ്ങനെയാ? ബ്രഹ്മത്തിൽ കൽപ്പിതമാണ് മനസ്സ് എന്നുള്ളത് കൊണ്ട് അധിഷ്ഠാന ജ്ഞാനത്തോടുകൂടി കൽപ്പിത വസ്തുക്കൾക്ക് അസ്തിത്വം ഉണ്ടോ? ഇല്ല. അതായത് സ്ഫടികത്തിൽ രക്തിമ കാണുമ്പോഴും രക്തിമ ഇല്ലല്ലോ, ഇല്ല. അവിടെ ഭ്രമവും സംഭവിക്കാം, പ്രമേയം സംഭവിക്കാം, അല്ലേ? ഭ്രമ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ആ കാഴ്ചക്ക് മാറ്റം സംഭവിക്കുമോ? എപ്പോൾ വരെ ജപാകുസുമുണ്ടോ അപ്പോൾ വരെ സ്ഫടികം രക്തമായിട്ട് തന്നെ കാണാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ ഒരു സ്ഥിതിയിലാണ് ഞാനിരിക്കുന്നത്. ജഗത്തിന് മിഥ്യാത്വം ബോധിച്ചു കഴിഞ്ഞാൽ പോലും ജഗത്തിലെ പ്രതീതിക്ക് നഷ്ടമില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ആ പ്രതീതി ഉള്ളത് കൊണ്ട് ജഗത്തുണ്ടോ? ഇല്ല. ഏതുപോലെ? സ്ഫടികത്തിലെ രക്തിമ പോലെ. ഇതാണ് ജ്ഞാനിയുടെ യഥാർത്ഥ അനുഭവ സ്ഥലം. അതുകൊണ്ട് തന്നെ ജ്ഞാനിക്ക് എന്തില്ല? മനസ്സുമില്ല. ആ രീതിയിൽ എത്തിക്കഴിഞ്ഞാല് മനസ്സില്ല. അതിന്റെ തൊട്ട മുന്ന അവസ്ഥയില് ശുദ്ധമായിരിക്കുന്ന അന്ധകരണം ഉണ്ടാവും. എന്ന് പറഞ്ഞാല് ആർക്കാണോ ജ്ഞാനം ഉണ്ടാവുന്നത് അവിടെ ശുദ്ധ അന്ധകരണം. ജ്ഞാനത്തോടുകൂടി ബാക്കി പറ. ജ്ഞാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശുദ്ധ അന്ധകരണം, ജ്ഞാനത്തോടുകൂടി അന്ധകരണമേ ഇരിക്കത്തില്ല ഇതിന്. അല്ല, ഇനി അന്ധകരണം നഷ്ടപ്പെട്ടു, ബ്രഹ്മാകാര ഭാവന എന്നുള്ളത് വിമർശത എന്നുള്ളത് ഭാവന ചെയ്യുന്നവനാലെന്നാ. ഈ ഭാവന എല്ലാം കൂടി എവിടെ എത്തിച്ചേരണം? ബ്രഹ്മാകാര വൃത്തി വരെ എത്തിച്ചേരണം. എങ്കിലാണ് മുന്നോട്ടേക്കുള്ള പങ്ക്തി അന്വയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ടീകാകാരൻ ഭാവന എന്ന് പറയുമ്പോൾ പോലും ഇത് ഉപാസന സ്ഥലമല്ല, വിചാര സ്ഥലമാണ്. അതുകൊണ്ട് നിധിധ്യാസനേന എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നിധിധ്യാസനത്തിന്റെ അവസാന പടിയാണ് ബ്രഹ്മാകാര വൃത്തി. അപരായത്ത് ബോധോഹി നിധിധ്യാസനം ഉച്ചതേ എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് വിവരണത്തില്. അന്നപ്പോൾ എന്ത് പറ്റി? ബ്രഹ്മാകാര വൃത്തിയും നിധിധ്യാസന സ്വരൂപമായി മാറി. കാരണം നിധിധ്യാസനത്തിന്റെ അവസാന സ്ഥിതിയാണ് ബ്രഹ്മാകാര വൃത്തി. അപ്പോൾ വിമർശിത എന്നുള്ളത് നിരന്തര അനുസന്ധാനം നടത്തി ബ്രഹ്മാകാര വൃത്തി വരെ എത്തിയവനാൽ എന്തുകൊണ്ടാ? അവന് നിർവ്യാജ ശാന്താത്മസ്വരൂപം ഉണ്ടായിരുന്നു. എന്നൊരു അഹങ്കാരാദി നഷ്ടപ്പെട്ട് ശാന്തമായിരിക്കുന്ന ചിത്തത്തോടു കൂടിയായിരുന്നു. ഓക്കെ. ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ബ്രഹ്മാകാര വൃത്തി വന്നതിനാൽ എന്ത് നഷ്ടപ്പെട്ടു? വാസ്തവത്തിൽ ശാന്താത്മനായി എന്ന് പറഞ്ഞാൽ അന്ധകരണം അവന് നഷ്ടപ്പെട്ടു. അതാണ് നമ്മള് മാണ്ഡ്വികത്തിൽ കാണുന്ന എന്ത് ദ്വൈതം നൈവോപലഭ്യതേ മനസ്സോക്കി അമനിഭാവേ. ജ്ഞാനത്തോടുകൂടി മനസ്സ് അമനിഭാവം പ്രാപിച്ചു കഴിഞ്ഞാൽ ദ്വൈതം കാണത്തില്ല. അല്ല, ഞാൻ ദ്വൈതം കാണുന്നുണ്ടല്ലോ, അവിടെയാണ് ചർച്ച. നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ ദ്വൈതം കാണുന്നുണ്ടെന്ന്? ബാധിതാനുവൃത്തി നടക്കുന്നതുകൊണ്ട് ഞാൻ കാണുന്നു പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ നിങ്ങൾ കാണുന്നതോ അത് അജ്ഞാന കാലത്തുള്ള കാണിച്ച മാത്രമേ കാണലാവത്തുള്ളൂ. ജ്ഞാനകാലത്ത് വ്യവഹാരമില്ല. ഈ ഒരു രീതിയിൽ മനസ്സിലാക്കണം. ഇവിടെ കടന്ന് നെഞ്ചത്തടിക്കരുത്. എല്ലാവരും വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ബാധിതാനുവൃത്തി സ്ഥലം വരാം, ലേശാവിദ്യാസ്ഥലം, പ്രാരബ്ധസ്ഥലം, അന്യരുടെ ദൃഷ്ടിസ്ഥലം, ബ്രഹ്മസ്വരൂപത, ഇതെല്ലാം ഒരേ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. അന്നപ്പോൾ ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ടോ? മാനിച്ചോ? പ്രാരബ്ധ കർമ്മ അല്ലാതെ പിന്നെ എത്ര വിധ കർമ്മമുണ്ട്? രണ്ട് വിധ കർമ്മം വേറെയും. ഈ ആഗാമി കർമ്മത്തെ ഞാൻ എന്ത് ചെയ്യും? ഞാന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രാരബ്ധ കർമ്മത്തെ ഞാൻ എന്ത് ചെയ്യും? ഭോഗിക്കും. തല്ലി നിർത്താൻ പറ്റുമോ? ജ്ഞാനിക്ക് സ്വന്തം പ്രാരബ്ധം നഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാരുടെ പ്രാരബ്ധം എന്താ ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റൂല. പിന്നെ ഈ കാട്ട് വർഗമായിരിക്കുന്ന ഗുരുക്കന്മാര് എന്തിനാ വിളിച്ചു പറയുന്നത്? ഞാൻ നിങ്ങളുടെ പ്രാരബ്ധത്തെ ശരിയാക്കി തരാം മക്കളെ, ഇപ്പൊ ശരിയാക്കി തരാം, സ്പാനറിങ് എടുത്തെന്ന് പറഞ്ഞ പോലെ. ഇതെന്തിനാ ഇങ്ങനെ ചാടുന്നത്? ഞങ്ങളെ ഗുരു വിചാരിച്ചിരുന്നു എങ്കിൽ വേറെ എവിടെ നടക്കത്തില്ല, വേണേ ഞങ്ങളെ കൂടെ വന്ന ശിഷ്യന്മാര് ചാടാറുണ്ട്.
ഇതൊരു വലിയൊരു കപ്പലാണ്. ജ്ഞാനിക്ക് 2 പേരെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഇത് അവതാരമല്ല, അപരാധമല്ലേ ഞങ്ങളെ ഗുരു വന്നിരിക്കുന്നത്. ഓക്കെ, കപ്പലിൽ ആള് കയറുന്ന പോലെ ഇവിടുന്ന് ജനങ്ങളെ മൊത്തം കയറ്റിയിട്ട് മുക്തിയിലേക്ക് കൊണ്ടുപോകും. നടക്കുന്ന കാര്യമാണോ? ഇല്ല. ഇത് പറഞ്ഞു നടന്നിട്ടില്ലേ നിങ്ങൾ? നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾക്കിത് അറിയത്തില്ലായിരുന്നു. അറിയാത്ത സൊസൈറ്റിയോട് ഇങ്ങനെ പൊട്ടത്തരം പറയുന്നതും വിളിച്ചു പറയാം. ജനങ്ങൾക്ക് ഈ വേദാന്ത വിചാരത്തിൽ ബോധം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സോക്കോൾഡ് ഗുരുക്കന്മാരുടെ കാര്യം അബദ്ധമാണ്. അതുകൊണ്ട് ഇനി ദർശനം കൊടുക്കാം, പോകുന്ന പരിപാടിയൊക്കെ നിർത്തുക, സ്വന്തം ആശ്രമത്തിൽ ജീവിച്ചു പോവുക. വൈശ്യക്കാക്കിയില്ലേ, ഇത്രയും കാലം പറ്റിച്ചത് പോരെ. പറയാണ് ഭൂതം ഭാവി ച ദുഷ്കൃതം. ദുഷ്കൃതം മാത്രമല്ല, സുഹൃതവും മനസ്സിലായിക്കോളൂ ഇവിടെ. ഭൂതം എന്നുദ്ദേശിച്ചത് സഞ്ചിതവും അതേപോലെ ഈ ജന്മത്തിൽ ജ്ഞാനോത്പത്തിക്ക് മുന്നേ ചെയ്തിരിക്കുന്ന കർമ്മവും. ഈ ജ്ഞാനോത്പത്തിക്ക് മുന്നേ ചെയ്തിരിക്കുന്ന കർമ്മം എങ്ങോട്ട് പോകും? സഞ്ചിതത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സഞ്ചിതവും ഈ ജന്മത്തിൽ കൂട്ടിവെച്ചിരിക്കുന്നതും എങ്ങനെ? ജ്ഞാനോത്പത്തിക്ക് മുന്നേ. അപ്പൊ അതും സഞ്ചിതത്തിലേക്ക് പോയിരിക്കുകയാണ്. പിന്നെന്ത് വരുന്നു? ഭാവി. ഭാവി എന്ന് ഉദ്ദേശിച്ചത് ജ്ഞാനാനന്തരമുള്ള കർമ്മം ഉണ്ടല്ലോ. ജ്ഞാനി ദേഹകൃത കർമ്മത്തെ എന്ത് പറയും? പറ. ജ്ഞാനി ദേഹകൃത കർമ്മത്തിന്റെ പേരെന്താ? ആഗാമി കർമ്മം. ആഗാമി കർമ്മം. നിങ്ങൾക്ക് ആഗാമി കർമ്മം ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ജ്ഞാനിയാണോ? അല്ല. പിന്നെ എങ്ങനെ ആഗാമി കർമ്മം നിങ്ങൾക്ക് ഉണ്ടാവുക? ഈ 3 കർമ്മം എല്ലാവർക്കും ഉള്ള കർമ്മം അല്ല. ആദ്യം മനസ്സിലായിക്കോ. ടീക്കേ. പ്രാരബ്ധവും സഞ്ചിതവും എല്ലാവർക്കും ഉള്ളതാണ്. ആഗാമി ജ്ഞാനിക്ക് മാത്രമുള്ള കർമ്മമാണ്. പൂർവോത്തരയോർ അഘയോർ അശ്ലേഷ വിനാശവും എന്ന് ബ്രഹ്മസൂത്രത്തിൽ പറയും. പൂർവ കർമ്മത്തിന്റെ നാശവും ജ്ഞാനാഗ്നി ദഗ്ധകർമാണി എന്ന് പറയത്തില്ലേ? ഭസ്മസാത് കുരുതേർജുന. ടീക്കേ. ഭസ്മം പോലെയൊക്കെ കഴിയും. ഏതിനെ? കർമ്മത്തെ. ഏത് കർമ്മത്തെ? സഞ്ചിത കർമ്മത്തെയും സഞ്ചിത കർമ്മം. പ്രാരബ്ധ കർമ്മത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പ്രാരബ്ധം ഭോഗേണേവ ക്ഷയ്യ. പ്രാരബ്ധ കർമ്മത്തെ ഭോഗം കൊണ്ട് മാത്രമേ നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ജ്ഞാനിയുടെ പ്രാരബ്ധം ജ്ഞാനിക്ക് ഭോഗം കൊണ്ട് മാത്രമേ നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ തന്റെ ശിഷ്യന്മാരുടെ കർമ്മം ജ്ഞാനി എങ്ങനെ മാറ്റി കൊടുക്കും? പണ്ടൊരു കാളി ശ്രമിച്ചിട്ടേ നാരായണത്തെ ഭ്രാന്തന്റെ ഒരു ദിവസം ഒരു ക്ഷണം ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റിയിട്ടില്ല. മന്ത് മാറ്റി കൊടുക്കാൻ പറ്റിയോ? ഇല്ല. ജൂൺ മന്തും മെയ് മന്തും ആയിട്ടിരുന്നു. ടീക്കേ. പിന്നെന്ത് പറ്റി? ഇടത് കാലുള്ള ഫുട്ബോള് വലത് വിങ്ങിലേക്ക് നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഒരു കാലിലുള്ള മന്ത് അടുത്ത കാലിലേക്ക് വെച്ചു കൊടുക്കും. ഭോഗം നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടില്ല. ടീക്കേ. അപ്പൊ എന്ത് പറ്റി? ഇവിടെ ഒരു പ്രാരബ്ധം നോക്കണം. ഇവിടെ ആ നാരായണത്തെ ഭ്രാന്തൻ ദേവിയെ നേരിട്ട് കണ്ടിട്ട് പോലും ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതെന്തിനാണ്? ഇത് നമ്മളെ മുന്നിൽ ദൃഷ്ടാന്തം വെച്ചിരിക്കുകയാണ്. മനസ്സിലാക്കിക്കോ. ഇവിടെ ഒരു സംഭവം ടീക്കേ. നോ ഗ്രാസ് വിൽ വാക്ക്. ഇവിടെ ഒരു സംഭവം നടക്കത്തില്ല. പ്രാരബ്ധത്തിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തിനായിരുന്നു ശിഷ്യന്മാരുടെ പ്രാരബ്ധം മാറ്റാൻ ഗുരു ശ്രമിച്ചത്? അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അത് ഇറങ്ങിത്തിരിക്കുകയാണ്. അതിന്റെ പിറകിൽ ഒരു PR വർക്ക് ഉണ്ട്. അവര് പറഞ്ഞു കൊടുക്കുന്നതാണ്, ഇന്ന ഡയലോഗ് ഇറക്കുക. അധികം ചോദിച്ചാൽ എന്ത് പറയും? അത് ഗുരുവിന് അറിയാ, ഗുരു പറയായിട്ടാണ്. ടീക്കേ. അച്ഛൻ അറിയത്തില്ലല്ലോ മക്കളെ എന്ന് പറഞ്ഞാൽ മക്കൾ എന്ത് പറയും? അച്ഛൻ അറിയാം, അച്ഛൻ പറയാഞ്ഞിട്ടാ. അത് പറയാനായിട്ട് ആളെ വെക്കണം. അതിനാണ് PR വർക്ക് എന്ന് പറയാ. എന്ത് കിട്ടും? നാട്ടുകാരെ പൊട്ടന്മാരാക്കാം. ടീക്കേ. കുറച്ച് പൈസ അടിച്ചു മാറ്റാം. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിന്റെ പാവം ആര് വഹിക്കും? ഇത് സഞ്ചിതമായിട്ടിരിക്കും. ടീക്കേ. എന്നിട്ടോ അടുത്ത ജന്മം വരുന്നവരൊക്കെ വരും. അപ്പൊ എന്ത് പറ്റും? ഈ പൈസ വാങ്ങിച്ചവന്റെ വീട്ടിലെ പട്ടിയായിട്ട് കുറച്ചിരിക്കാം, കാവലൊക്കെ നിൽക്കാൻ പറ്റും. ഇവിടെ എന്താ പറയുന്നത്? ഭാവിച്ച എന്ന് പറയാൻ പ്രാരബ്ധ കർമ്മവും ദുഷ്കൃതം പ്രതഹത. ശരിക്കും ഇവിടെ വരുന്നത് പൂർവോത്തര അഘയോർ അശ്ലേഷ വിനാശവും എന്നൊരു സൂത്രമുണ്ട്. പൂർവ അഘം എന്ന് പറഞ്ഞ പാപം മാത്രമല്ല പുണ്യത്തെ എടുത്തോളുക. അപ്പൊ മുമ്പ് ചെയ്തിരിക്കുന്ന പുണ്യപാപങ്ങൾ എന്ന് പറഞ്ഞ സഞ്ചിത കർമ്മത്തിന്റെ നാശവും ആഗാമി കർമ്മത്തിന്റെ പൂർവോത്തര കർമ്മയോർ
അശ്ലേഷമാണ്. ശ്ലേഷം എന്ന് പറയുന്ന സംബന്ധം, നശ്ലേഷം അശ്ലേഷം അസംബദ്ധം എന്ന് പറഞ്ഞാല് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഞാനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. അതെന്തുകൊണ്ടാ? കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം മാത്രമേ കർത്താവ് ഭുജിക്കത്തുള്ളൂ. അപ്പൊ കർത്തൃത്വം ഇല്ല എന്നുള്ളത് കൊണ്ട്, ഞാനിക്ക് കർത്തൃത്വം ഇല്ല എന്നുള്ളത് കൊണ്ട് ഇനി ഞാനിയുടെ ശരീരത്തിൽ വരുന്ന കർമ്മങ്ങളുടെ ഫലം ഞാനിക്കില്ല. അതുകൊണ്ട് ആ ഞാനിയെ സംബന്ധിച്ച് അശ്ലേഷം. സഞ്ചിത കർമ്മങ്ങളോ അത് വിനാശം പ്രാപിച്ചു. ഏതിനാൽ? ജ്ഞാനത്താൽ. അപ്പൊ ജ്ഞാനത്താൽ വിനാശം പ്രാപിക്കുന്ന കർമ്മങ്ങൾ ഏതായിരിക്കും? സഞ്ചിത കർമ്മങ്ങൾ. അതായത് മുമ്പത്തെ ശരീരങ്ങളിലൂടെ ചെയ്യപ്പെട്ടിരിക്കുന്ന കർമ്മവും ഈ ശരീരത്തിൽ തന്നെ ജ്ഞാനോത്പത്തിക്ക് മുന്നേ ചെയ്തിരിക്കുന്ന കർമ്മവും ഇതെല്ലാം തന്നെ എന്താണ്? സഞ്ചിത കർമ്മമാണ്. അത് നഷ്ടപ്പെടും. പ്രാരബ്ധ കർമ്മമോ അത് ഭോഗിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ എന്താണത്? ആഗാമി. ആഗാമി കർമ്മത്തിന്റെ സംബന്ധം ഉണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ പറയുന്നത് ഭൂതം ഭാവിച്ച ദുഷ്കൃതം പ്രദഹത. ഭൂതഭാവി കർമ്മങ്ങളെ അതെങ്ങനെ ദുഷ്കൃതം എന്ന് പറഞ്ഞാൽ പാപം എന്നർത്ഥം, പുണ്യത്തെ എടുത്തുകൂടുക. കാരണം പുണ്യവും പാപം ഒരേപോലെ ജന്മത്തിന് കാരണമാണ്. ഇതെല്ലാം തന്നെ ദഹിപ്പിക്കപ്പെട്ടവനാൽ. ആരാ ദഹിപ്പിച്ചത്? ആരായിരുന്നു? നിർവ്യാജ ശാന്താത്മ. അപ്പൊ നിർവ്യാജ ശാന്താത്മനാ പ്രദഹത. അതെന്തുകൊണ്ടാ? നിർവ്യാജ ശാന്താത്മാവിനാൽ ബ്രഹ്മാകാര വൃത്തി സമ്പന്നമായതിനാൽ ഭൂതഭാവികളായിരിക്കുന്ന സകല കർമ്മങ്ങളും നഷ്ടപ്പെടുത്തിയവനാൽ. അപ്പോൾ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തിയവനാൽ പിന്നെ എന്ത് ഭോഗിക്കേണ്ടി വരും? പ്രാരബ്ധ കർമ്മം ഭോഗിച്ചേ പറ്റത്തുള്ളൂ. അതാണ് ഇനി നെക്സ്റ്റ് അടുത്തത് പറയുന്നത്. അല്ല, ഈ ദാഹം എങ്ങനെ നടന്നു? ഈ കർമ്മങ്ങൾ ദഹിക്കണ്ടേ? അതെങ്ങനെ നയിച്ചു? ജ്ഞാനാഗ്നി ദഗ്ധകർമാണി എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. സമാനമാണ് ഇവിടെ. സംവിന്മയേ പാവകേ പ്രദഹത. സംവിത് ജ്ഞാനം, സംവിത്മയമായിരിക്കുന്ന പാവകൻ എന്ന് പറഞ്ഞാല് ജ്ഞാനസ്വരൂപ അഗ്നിയിൽ എന്നർത്ഥം. സംവിധിജ്ഞാനം പാവക എന്ന് പറഞ്ഞാൽ അഗ്നി, പാവകേ അഗ്നൗ. സംവിത്മയെ സംവിസ്വരൂപമായിരിക്കുന്ന അഗ്നിയിൽ എന്ന് പറഞ്ഞാല് ജ്ഞാനാഗ്നിയിൽ എന്നർത്ഥം. ഈ ജ്ഞാനം ബ്രഹ്മസ്വരൂപാണോ അല്ലെ ബ്രഹ്മാകാര വൃത്തിയാണോ? ചോദ്യം എന്താന്ന് പറയുന്നേച്ചി? അത് ബ്രഹ്മമാണോ ബ്രഹ്മസ്വരൂപ വൃത്തിയാണോ എന്നുള്ളത്. ആ, ഈ അജ്ഞാന, അതായത് ഈ ഭൂതം ഭാവി നശിപ്പിക്കുന്നുണ്ടല്ലോ, കർമ്മങ്ങളെ നശിപ്പിക്കുന്ന ഈ ജ്ഞാനം ബ്രഹ്മസ്വരൂപജ്ഞാനമാണോ ബ്രഹ്മാകാര വൃത്തിജ്ഞാനമാണോ? ബ്രഹ്മകാര വൃത്തിജ്ഞാനം. ബ്രഹ്മാകാര വൃത്തിജ്ഞാനം. സംവിത്മയെ പാവകെ ഭൂതം ഭാവി പ്രദഹത എന്ന് പറയാൻ സഞ്ചിത കർമ്മങ്ങളും അതേപോലെ ആഗാമി കർമ്മങ്ങളും ജ്ഞാനസ്വരൂപ അഗ്നിയിൽ ദഹിപ്പിക്കുന്നവനാൽ. ആരാ ദഹിപ്പിച്ചത്? ജ്ഞാനി. അങ്ങനെയും കണക്കാക്കട്ടോ. കാരണം ജ്ഞാനാഗ്നി എന്ന് പറയുന്നത് കൊണ്ട് ബഹുവചനമുണ്ട് അവിടെ. അവിടെ രണ്ട് മതമുണ്ട്. സഞ്ചിത കർമ്മങ്ങൾ അനേകം ഉള്ളത് കൊണ്ട് എടുക്കാം, അല്ലെങ്കിൽ സഞ്ചിതവും ആഗാമിയായിട്ട് എടുക്കാം, വേണമെങ്കിൽ പ്രാരബ്ധത്തിൽ എടുക്കാം. കാരണം വാസ്തവത്തിൽ ജ്ഞാനി ഭോഗിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ജ്ഞാനി ഭോഗിക്കുന്നു എന്ന് പറയുന്നതോ അതും ഒരു വ്യാവഹാരിക അടിസ്ഥാനത്തിൽ പറയുന്നു. കാരണം ഇവിടെ അങ്ങേര് നിന്ന് ഉപദേശം കൊടുത്തുകൊണ്ട് ഇവിടെ അർമാദിക്കുകയല്ലേ. അപ്പം പറയണ്ടേ എന്തെങ്കിലും? അന്നേരം പറയും പ്രാരബ്ധം നഷ്ടപ്പെടത്തില്ല എന്ന് പറയും. നോക്കണം, പ്രാരബ്ധം ഉണ്ടോ? പ്രാരബ്ധമുണ്ട്. ജ്ഞാനി ഭോഗിക്കുകയോ? ഭോഗം നടക്കത്തില്ല. പിന്നെ പ്രാരബ്ധം ഉണ്ടെന്ന് എന്തിനാ പറഞ്ഞത്? അതാണ് ബാധ്യതാനുവൃത്തി. പിന്നെ ഭോഗമില്ലെന്ന് പറയാൻ കാരണം എന്താ? ഞാൻ ബ്രഹ്മസ്വരൂപമായതുകൊണ്ട് ബ്രഹ്മത്തിൽ എവിടെയാണ് ഭോഗം? പിന്നെ എന്തിനാണ് പ്രാരബ്ധം ഭോഗിക്കുന്നു എന്ന് പറയുന്നത്? മനസ്സിലായോ? എന്തുകൊണ്ട് പറയണം? ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇതാര് പറയും? അജ്ഞാനികൾ പറയും. ജ്ഞാനി പറയൂലേ? ജ്ഞാനിയോട് ചോദിച്ചാൽ ജ്ഞാനിയും പറയും. അല്ലല്ല, ഞാൻ ഫ്രാൻസിലായിരുന്നു ഒന്നും ജ്ഞാനി പറയത്തില്ല. ഇതൊക്കെ എഴുതുകേടിന്റെ ശബ്ദങ്ങളാണ്. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ആരാ പറഞ്ഞെന്നുള്ളത്? ഇല്ല അല്ലേ? പാവം കൊച്ചുങ്ങൾ. പ്രാരബ്ധായ സമർപ്പിതം സ്വവപു. പിന്നെ തന്റെ ശരീരം പ്രാരബ്ധത്തിനായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗം നിങ്ങൾ കുറച്ച് 524 29-ാമത്തെ ലൈൻ നോക്കിയേ. 524-ാം പേജിന്റെ 29-ാമത്തെ പങ്ക്തി മുതൽക്ക് നോക്കിയോ. പ്രാരബ്ധായ എന്ന് പറയാൻ പ്രാരബ്ധ ഫലായ സുഹൃതായ ദുഷ്കൃതായ ച. സുഹൃതവും ദുഷ്കൃതവും പ്രാരബ്ധമായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് അതായത് ജ്ഞാനി ആയിക്കഴിഞ്ഞാലും നമുക്ക് എന്തൊക്കെ എഴുതി വെച്ചത്? ജ്ഞാനിക്ക് സുഹൃതവും ദുഷ്കൃതവും ഉണ്ടോ? അതാണ് വ്യാവഹാരിക അടിസ്ഥാനത്തിൽ മാനിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജ്ഞാനിയുടെ അനുഭവ സ്ഥലം വിശദീകരിക്കാൻ
എന്ത് ചെയ്യാൻ പാടില്ല? ദൃഷ്ടാന്തം കൊടുക്കുന്നേരം നിരുപാധിക അധ്യാസ സ്ഥലം ദൃഷ്ടാന്തം കൊടുക്കരുത്. നിരുപാധിക അധ്യാസത്തിന്റെ ദൃഷ്ടാന്തം എന്താ? കയറിലെ സർപ്പം. സ്വാഭാവിക അധ്യാസത്തിന്റെ ദൃഷ്ടാന്തം എന്താ? സ്ഫടികത്തിലെ രക്തിമ. സ്ഫടികത്തിലെ രക്തിമ. സ്ഫടികത്തിലെ രക്തിമ സ്വാഭാവിക അധ്യാസമാണെങ്കിൽ അവിടുത്തെ ഉപാധി എന്താ? ജപാകുസുമം. ജപാകുസുമം. ജപാകുസുമാദി ആരെങ്കിലും ആവാം. ജ്ഞാനിയുടെ സ്വാഭാവികാധ്യാസമായിരിക്കുന്ന ഈ ലോകവ്യവഹാരത്തിലെ ഉപാധി എന്താ? പ്രാരബ്ധം. അന്ധക്കരണ ശരീരാദികൾ. ഓക്കെ, പ്രാരബ്ധത്തെ മാനിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ പ്രാരബ്ധത്തിന്റെ വർക്കൗട്ട് എങ്ങനെ നടക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ഉപാധിയായിട്ട് അന്ധക്കരണാദികൾ വെച്ചു കൊടുക്കും. ठीक. അപ്പൊ അന്ധക്കരണം എപ്പോൾ വരെ ഉണ്ടാവും? ജ്ഞാനിക്ക് ശരീരം പതിക്കുന്നത് വരെ. ശരീരം പതിക്കുന്നവരെ. അതിനെന്ത് പറയും? വിദേഹ കൈവല്യം എന്ന് പറയും. അപ്പൊ വിദേഹ കൈവല്യ അവസ്ഥ വരെ ഉപാധി നിലനിൽക്കുന്നത് കൊണ്ട് ജ്ഞാനിക്ക് പ്രാരബ്ധഭോഗം സംഭവിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മുഖ്യ സിദ്ധാന്തത്തില് വിദേഹ കൈവല്യത്തെ മുക്തി എന്ന് പറയത്തുള്ളൂ. അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട് വേദാന്തത്തിൽ തന്നെ. ठीक है. ജീവൻ മുക്താവസ്ഥ, വിദേഹ കൈവല്യം രണ്ടും ശാസ്ത്രസിദ്ധമാണ് താനും. രണ്ടും സമ്മതമാണ്. അല്ലാതെ ഒരു സൈഡ് പിടിക്കുകയൊന്നുമില്ല. ഇതെല്ലാം വ്യാവഹാരിക ലോകത്ത് വ്യവസ്ഥ ചെയ്തു പോവുകയാണ്. അല്ലെങ്കിലോ ബ്രഹ്മസ്വരൂപത്തിൽ ഒരു ചർച്ച പോലും നടക്കുന്നില്ല. പിന്നെന്തിനാ വ്യവസ്ഥ ചെയ്യുന്നത്? ചർച്ച എവിടെയാ ഉള്ളത്? ജ്ഞാനിയുണ്ട്, അജ്ഞാനമുണ്ട് എന്നൊക്കെ പറയുന്നത് എവിടെയാ? അതും അജ്ഞാന കാലത്താ. ജ്ഞാനി വ്യവഹരിക്കുന്ന ഏത് കാലത്താ? അതും അജ്ഞാന കാലത്താ. അതേതജ്ഞാനം? ലേശാവിദ്യാസ്ഥലം. മനസ്സിലായോ? അതുകൊണ്ട് ചിലര് ഇപ്പം നമ്മൾക്ക് ദീക്ഷ തന്ന കക്ഷി തന്നെ പറയും, ജ്ഞാനിക്ക് ഇവിടെ നിന്നാണ് അജ്ഞാനം, പിന്നെ ഇങ്ങനെ ജ്ഞാനിയാണെന്ന് കാണിക്കാൻ എൻ്റെ അടുത്ത് ഇറങ്ങരുത്. ठीक है. അതിന് കയറിലെ സർപ്പത്തിൽ എന്താ? സർപ്പം നഷ്ടപ്പെട്ട സർപ്പത്തിന്റെ വാലുണ്ടാകുമെന്ന ഒരു ചോദ്യം. എടാ വേണ്ട, അത് ദൃഷ്ടാന്തം ഏതാന്ന് നോക്ക്. നിരുപാധി അധ്യാസസ്ഥലം ദൃഷ്ടാന്തം പറയാതെ സ്വാഭാവിക അധ്യാസസ്ഥലത്ത് എന്താ സംഭവിക്കുന്നു നോക്ക്. മനസ്സിലായോ? ഇത് ഈ കക്ഷി മാത്രമല്ല. ഞാന് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യയിൽ പലരും ഹിന്ദി ടെക്സ്റ്റ് വെച്ച് പഠിക്കും. അതിലൊന്നാണ് ഒഡിയ ബാബയുടെ ടെക്സ്റ്റ് ഉണ്ട്. ഞങ്ങളൊക്കെ തുടക്കകാലത്ത് ചിലര് ഇതിന്റെ വക്താക്കളാ. ഒഡിയ ബാബ അത് പറഞ്ഞിട്ടുണ്ട്, ഒഡിയ ബാബ ഇത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വരും. ശാസ്ത്രം മര്യാദയ്ക്ക് പഠിച്ചാൽ അറിയാം ഇത് തെറ്റാ പറഞ്ഞു വെച്ചത്. അപ്പൊ തെറ്റ് പറഞ്ഞു വെച്ച ഒരാളെങ്ങനെ ജ്ഞാനിയാവുക? അതായത് സ്വാഭാവിക അധ്യാസവും നിരുപാധിക അധ്യാസവും തിരിച്ചറിയാത്ത ആളെ പിടിച്ച് ജ്ഞാനിയാക്കണമെങ്കിൽ അവരൊന്നൊന്നര പരിപാടിയാണ്. മനസ്സിലായോ? അതിനുശേഷം ഞങ്ങൾ പഠിച്ചു കയറിയ ശേഷം ഇങ്ങനത്തെ ആൾക്കാരെ ഞങ്ങൾ നിലം തുടിച്ചിട്ടില്ല. പിന്നെ ഇവർ സംസാരിക്കാറേ ഇല്ലായിരുന്നു. ഇതിന്റെ വേറെ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഞാനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ठीक है. അവരും ഞങ്ങളുടെ 32 നമ്പർ സ്വാമിയുടെ ശിഷ്യന്മാരും തമ്മിൽ ठीक है ഇങ്ങനെ കൊമ്പ് കോർക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം കോർത്താലും അവർക്ക് അറിയാം അടിച്ച് താഴെടുന്നുണ്ട്. കാരണം ഇതിന് ശാസ്ത്രത്തിന്റെ മേഖലയിൽ വലിയ ചർച്ച നടക്കും. അതിന്റെ ഇടയിലാണ് ഈ അശുക്കൾ പറയുന്നത്, ഏത് ജ്ഞാനിക്കെന്താ കൊമ്പുണ്ടോ എന്ന് പറഞ്ഞാല് ജ്ഞാനിക്ക് പ്രാരബ്ധം ഭോഗിക്കേണ്ട എന്ന് ചാടിക്കയറും. ഭോഗിച്ചേ പറ്റത്തുള്ളൂ മക്കളെ. ഇവിടെ നമുക്ക് എന്താ പറയുന്നത്? പ്രാരബ്ധായ അർത്ഥം പറയാണ് പ്രാരബ്ധ ഫലായ എന്ന് മനസ്സിലായിക്കോളുക. ശ്ലോകത്തിൽ പ്രാരബ്ധായ സമർപ്പിതെന്നാ. അത് മനസ്സിലാക്കേണ്ട പ്രാരബ്ധ ഫലത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്നാ. നിങ്ങളിത് ബ്രഹ്മസൂത്രത്തിന്റെ അവസാന പാർട്ടിലും അതേപോലെ ചിസുഖിയിലും ഒക്കെ ഒരു പങ്ക്തി വരുന്നുണ്ട്. അവിടെ പറയും ജ്ഞാനപ്രാരബ്ധത്തിന് ഭോഗപ്രാരബ്ധവുമായിട്ട് വിരോധമില്ല. അതേപോലെ വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഇവന് കണ്ടതുകൊണ്ട് എടുത്ത് പറയട്ടെ. ബ്രഹ്മസൂത്രത്തിൽ ഒരു സാധനമാണ്. കഥം ദേഹസ്യ സ്വഹൃദയ പ്രത്യയം കഥം ഹി ഏകസ്യ ഹൃദയ പ്രത്യയം ബ്രഹ്മവേദനം ദേഹധാരണം ച അപരേണ പ്രതിക്ഷേപ്തും ശക്യത. എങ്ങനെയാണ് ഒരു ജ്ഞാനിയെ സംബന്ധിച്ചുള്ള സ്വന്തം ഹൃദയത്തിലെ പ്രത്യനിറ തനിക്കുണ്ടാവുന്ന ജ്ഞാനം അതേതൊക്കെയാ? ബ്രഹ്മജ്ഞാനവും ദേഹധാരണവും. നോക്ക്, ബ്രഹ്മജ്ഞാനവും ദേഹധാരണവും എന്ന് പറയാൻ ജ്ഞാനിക്ക് ദേഹം ധരിക്കാനും പറ്റുന്നുണ്ട്, ബ്രഹ്മവേദനവും ഉണ്ട്. നോക്കണം, ശങ്കരാചാര്യർ ഒറ്റ സ്ഥലത്താണ് സ്വന്തം അനുഭവം എടുത്ത് കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശങ്കരാചാര്യ ജ്ഞാനിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിയല്ലാതെ എന്താണെന്ന് പറയുന്നത്. പക്ഷേ ഒരു പങ്ക്തി ഇവിടെ വെച്ചിരിക്കുന്നത് ഒരാളെ സംബന്ധിച്ച് തനിക്കുണ്ടാവുന്ന ഹൃദയപ്രത്യനിറ തന്റെ ചിത്തത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യയമാണ്. ഏതൊക്കെ? ബ്രഹ്മജ്ഞാനവും ഞാൻ ദേഹം ധരിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇത് എങ്ങനെയാണ് കഥം അപരേണ പ്രതിക്ഷേപ്തും ശക്യത, അന്യനാൽ എങ്ങനെയാണ് നിഷേധിക്കാൻ പറ്റുക? അപ്പൊ ഒരു കാര്യം മനസ്സിലായോ? ബ്രഹ്മവേദനവും ശരീരധാരണവും ജ്ഞാനിക്ക് ഒരേപോലെ തന്നെ സംഭവിക്കും. ഇനി ഉച്ചതേ ന താവത്
അനാശ്രിത ആരബ്ധ കാര്യം കർമാശയം ജ്ഞാന ഉത്പത്തി ഉപപദ്യതേ. അനാശ്രിത്യ ആരബ്ധം കാര്യം കർമാശയം. ആരബ്ധ കാര്യമായിരിക്കുന്ന കർമാശയം എന്നുദ്ദേശിച്ചത് പ്രാരബ്ധം കർമ്മ. പ്രാരബ്ധ കർമ്മത്തെ അനാശ്രിത്യ ആശ്രയിക്കാതെ ജ്ഞാന ഉത്പത്തി ഉപപദ്യത, ജ്ഞാനത്തിന്റെ ഉത്പത്തി പോലും സംഭവിക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ പ്രാരബ്ധത്തെ ആശ്രയിച്ചിട്ടാണ് ജ്ഞാനത്തിന്റെ ഉത്പത്തി. ആശ്രിതേച്ച തസ്മിൻ കുലാല ചക്രവത്. അപ്പോൾ പ്രാരബ്ധത്തെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് കുലാലന്റെ ചക്രം പോലെ പ്രവൃത്ത വേഗസ്യ, പ്രവൃത്തം വേഗം യസ്യ കർമ്മണ തത്കർമ്മ പ്രവൃത്ത വേഗം. അതായത് ആരംഭം ചെയ്തിരിക്കുന്ന കർമ്മത്തിന്, അതായത് കുലാലന്റെ ചക്രം തിരിച്ചു വിട്ട് കഴിഞ്ഞാല് അത് കറങ്ങിക്കൊണ്ടേയിരിക്കും, പിന്നെ തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറെ നേരത്തേക്ക്. ഇതേപോലെ പ്രാരബ്ധ കർമ്മം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് വരെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ചലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രതിബന്ധ സംഭവാത്, ഒരു പ്രതിബന്ധവും ഇല്ലാതിരിക്കുമ്പോൾ ഭവതി വേഗക്ഷയ പ്രതിപാലനം, വേഗം ക്ഷയിക്കുന്നത് വരെ അതിനെ പരിപാലനം നടത്തിയേ പറ്റത്തുള്ളൂ. മനസ്സിലായി? അതായത് ഒരു ചക്രം കറക്കി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ വേഗം തീരുന്നവരെ അതിന് കറങ്ങിയേ പറ്റത്തുള്ളൂ. ഇതേപോലെ പ്രാരബ്ധം തുടങ്ങിയാൽ അത് തീരുന്നവരെ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. അതിന്റെ ഇടയിൽ ജ്ഞാനം ഉണ്ടായത് കൊണ്ടൊന്നും പ്രാരബ്ധം നഷ്ടപ്പെടത്തില്ല. ഓക്കെ, ഇനിയും വേറെ സ്ഥലത്ത് പറയും, വില്ലിലേക്ക് എടുത്തു വെക്കാത്ത ബാണമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വില്ലിൽ നിന്ന് എഴുതി വിട്ടിരിക്കുന്ന ബാണം അത് വേഗം തീരാതെ നിൽക്കത്തുമില്ല. അതുകൊണ്ട് സഞ്ചിതത്തിനല്ല, പ്രാരബ്ധം വർക്കൗട്ട് ആയി തുടങ്ങിയാൽ അത് തീരുന്നത് വരെ കണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങളുടെ ഇവിടെ തന്നെ നോക്കിയോ. സ്വപുർ സമർപ്പിതം എന്ന് പറഞ്ഞാല് തത്വവിദോപി ആ ദേഹപാദം ആഭാസമാത്രേണ സംസാരോ അംഗീകർത്തവ്യ ഇത് ഫലിതാർത്ഥ. അണ്ടർലൈൻ ചെയ്തോ. തത്വവിജ്ഞാനിക്ക് പോലും ആ ദേഹപാദം, ദേഹപര്യന്തം വരെ ആഭാസമാത്രേണ സംസാരോ, സംസാരം ഇല്ല, എന്നിരുന്നാലും സംസാരമുണ്ട്. അതുകൊണ്ട് എന്ത് പറയണം? ആഭാസം മാത്രമാണ്. ഇങ്ങനെ ഇരിക്കുന്ന ആഭാസം മാത്രമായിരിക്കും സംസാരോ തത്വവിദോപി അംഗീകർത്തവ്യ, തത്വജ്ഞാനിക്കും അംഗീകരിക്കണം. തത്വജ്ഞാനിയുടെയും ഒരു ലോകം നമ്മൾക്ക് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് ബ്രഹ്മസൂത്രത്തിലും അവിടെയും പറയുന്നത് ജ്ഞാനപ്രാരബ്ധത്തിന് ഭോഗപ്രാരബ്ധവുമായിട്ട് വിരോധമില്ലാത്തതിനാൽ എന്നൊരു പങ്ക്തിയുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ജ്ഞാനിക്ക് ഭോഗവും ജ്ഞാനവും ഒരേപോലെ സംഭവിക്കും എന്നർത്ഥം. ജ്ഞാനപ്രാരബ്ധത്തിന് ഭോഗപ്രാരബ്ധവും തമ്മിൽ വിരോധം നേരിടുന്നില്ല. അവർക്ക് രണ്ടിനും ഒരേപോലെ നിൽക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ജീവന് ജ്ഞാനവും ഉണ്ടാവും, അതേപോലെ തന്നെ ഭോഗവും ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രാരബ്ധത്തിനായിട്ട് സ്വന്തം ബപു. ഏത് ബപു ആയിരിക്കും? സ്ഥൂല ശരീരം മാത്രമല്ല, ലിംഗശരീരം അവിടെ തന്നെ കിടക്കൂലേ? ആർക്കാണ് ശാസ്ത്ര വ്യാഖ്യാനത്തിനുള്ള അധികാരം? ഈശാവാസ്യത്തിലെ ടീക്കയ്ക്ക് അനുസരിച്ച് പറഞ്ഞേ. ടീക്കയിലെ മംഗളശ്ലോകം എന്തായിരുന്നു അറിയോ? ഈശാവാസ്യത്തിന്റെ ടീക്കയിലെ ശ്ലോകം സോഹം ദേഹദ്വയി സാക്ഷി. ദേഹദ്വയമുള്ളവനാണ്. ഏത് ദേഹം നഷ്ടപ്പെട്ടു പോയത്? കാരണശരീരം. കാരണശരീരം നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ബാക്കി രണ്ട് ദേഹമേ ഉള്ളൂ. അപ്പൊ രണ്ട് ദേഹം ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇവിടെ ബാബു എന്നുള്ള ഉദ്ദേശിച്ചത് ലിംഗശരീരം അവിടെ തന്നെ കിടക്കും, സ്ഥൂല ശരീരവും കിടക്കും. ടീക്കേ. അപ്പൊ പ്രാരബ്ധത്തിനനുസരിച്ച് ലിംഗശരീരവും, എന്നാൽ ലിംഗശരീരം ഇല്ലെങ്കിൽ ലിംഗശരീരത്തിൽ പെട്ടതാണ് മനസ്സ്, ഇന്ദ്രിയാദികൾ. അതില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ജ്ഞാനം ഉണ്ടാകാൻ പോകുന്നത്, അനുഭവം വരുന്നത്? അപ്പൊ അതും ഇരിക്കുന്നുണ്ട്, സ്ഥൂല ശരീരം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥൂല ശരീര എന്താണ് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ആർക്ക്? ജ്ഞാനിക്ക്. എന്നിട്ട് പ്രാരബ്ധം ഭോഗിച്ചേ പറ്റത്തുള്ളൂ. ആയതിനാൽ സംസാരം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. എന്നിട്ട് വിദേഹ കൈവല്യ അവസ്ഥ വരെ ജ്ഞാനിക്ക് സ്വന്തം പ്രാരബ്ധത്തിനനുസരിച്ച് ഇരുന്നേ പറ്റത്തുള്ളൂ. അതാണ് സ്വന്തം ബപു പ്രാരബ്ധത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ആരാൽ? പ്രദഹത. ഏതിനെ പ്രദാഹം നടത്തിയവനാൽ? ഭൂതം ഭാവി എന്ന് പറഞ്ഞാൽ സഞ്ചിത ആഗാമി കർമ്മങ്ങളെ ജ്ഞാനാഗ്നിയാൽ ദഹിപ്പിച്ചവനാൽ സ്വന്തം പ്രാരബ്ധത്തിനായിട്ട് സ്വന്തം വകുപ്പ് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ അഭിപ്രായത്തിന് എന്തെങ്കിലും പ്രമാണം കൊടുക്കാൻ പറ്റുമോ? പറ്റും. ചാന്തോക്യത്തിൽ പറയുന്നുണ്ട്, തസ്യ താവദേവ ചിരം യാവൻ വിമോക്ഷ സത്സമ്പസി. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രാരബ്ധ തീർന്ന കാലത്തോളം ഈ ശരീരത്തിൽ ഇരുന്നേ പറ്റത്തുള്ളൂ. പ്രാരബ്ധം തീർന്നതോടുകൂടി സമ്പദ്ധ്യത എന്ന് അർത്ഥം ചെയ്യും. സസ്വരൂപ ബ്രഹ്മമായിട്ട് ഏകത്വം പ്രാപിക്കും. അപ്പൊ സസ്വരൂപ ബ്രഹ്മമായിട്ട് ഏകത്വം പ്രാപിക്കുന്ന വിദേഹ കൈവല്യ അവസ്ഥ വരെ ജ്ഞാനിക്ക് പ്രാരബ്ധം ഭോഗിച്ചേ പറ്റത്തുള്ളൂ.
ജ്ഞാനത്താല് സഞ്ചിതവും ആഗാമിയും നഷ്ടപ്പെട്ടും പോകുന്നു. അതിന് കാരണം ജ്ഞാനമാണ്. ജ്ഞാനം ഉണ്ടാവാൻ കാരണം അന്ധഃകരണത്തിന്റെ ശുദ്ധിയും ഗുരുവിന്റെ വാക്യവുമാണ്. ആ വാക്യം എന്നുള്ളത് ജഗത്തിനെ നിഷേധിച്ചുകൊണ്ട് അധിഷ്ഠാന ബ്രഹ്മത്തെ ബോധിപ്പിക്കുക എന്നുള്ള വാക്യമാണ്. അല്ലാതെ താനാരാ എന്നല്ലായിരുന്നു. നോക്കിയാൽ മതി, നിങ്ങൾക്ക് എവിടെയും കിട്ടൂല സാധനം. താനാരാന്ന് വെച്ചാൽ അടുത്ത് ഉത്തരം പറഞ്ഞു കൊടുക്കണോ? ആ താൻ ആരാന്ന്. അധിഷ്ഠാന ബ്രഹ്മസ്വരൂപമാണ്. ജഗത്തിലെ ഒന്നും എന്നെ ബാധിക്കുന്നില്ല. ഇതാണ് എന്റെ മമ മനീഷ എന്ന് പറയുന്ന എന്റെ അഭിപ്രായം. ഇതാണ് സ്വാമിജി മൂന്നാമത്തെ മഹാവാക്യത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നാമത്തിലെ മഹാവാക്യം എന്താ? കാമത്തില് ഒരു മിനിറ്റ്. തത്വമസി. തത്വമസിക്ക് പല അർത്ഥം ചെയ്യും കേട്ടോ. തസ്മാ ത്വമസി, തസ്മിൻ ത്വമസി എന്നൊക്കെ ദ്വൈതികൾ അർത്ഥം ചെയ്യും. അതിൽ നിന്ന് നീ ഉത്പന്നമായിരിക്കുന്നത്, അതുകൊണ്ട് തസ്മാ ത്വമസി, അതിലാണ് നീ ഇരിക്കുന്നത്, അതുകൊണ്ട് തസ്മിൻ ത്വമസി. 531 പേജ് എടുക്കുക. നിങ്ങളുടെ കിട്ടിയ ബുക്കിനനുസരിച്ച് രണ്ടാമത്തെ ടീക്കയിലാണല്ലോ. അവിടെയാണ് പറയുന്നത് ക്രമേണ ഈ യജു സാമ അഥർവണോ. അപ്പൊ തത്വമസി എന്നുള്ളതിന്റെ വ്യാഖ്യാനമാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.